ടീച്ചോ, ഹായ്. ശരിക്കും ഒരു 10 വർഷത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, അല്ലേ? ഒരിക്കലും അല്ല. ഈ 10 വർഷം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ബ്ലൂ വേവ് ഇന്റീരിയേഴ്സ് ഇന്ന് 10 വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ നിറവിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ടിജോ എന്ന് പറയുന്ന സംരംഭകൻ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചതിന്റെ അളവും ഒക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ആളെന്ന നിലയ്ക്ക്, ഇതിന്റെ ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയ്ക്ക്, ടിജോ, നമുക്ക് ആ യാത്ര ചുരുക്കി ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ബ്ലൂ വേവിലേക്ക് എത്തി? ഈ ഒരു ഇപ്പോൾ നമുക്ക് കൊച്ചിയിലും കോട്ടയത്തും ഒക്കെ ആയിട്ട് നമ്മുടെ ഓഫീസും പ്രവർത്തനങ്ങൾ കേരളമെമ്പാടുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്, അല്ലെ? എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റിയ വഴി എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം കൊച്ചിയിൽ തന്നെ വർക്ക് ചെയ്യുമായിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊച്ചിയിൽ തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പം ഇവിടെ ചൂസ് ചെയ്യുന്ന സമയത്ത്, ഐ മീൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഓൾമോസ്റ്റ് 2 years കഴിഞ്ഞപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കസിന്റെ ഹോമാണ് എനിക്കൊരു ഫസ്റ്റ് എൻക്വയറി ആയിട്ട് വന്നത്. അപ്പൊ ആ ഒരു പ്രോജക്ട് കോട്ടയത്ത് എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ തന്നെ കസിന്റെ വീടാണ്. അത് ഒരു റിനോവേഷൻ ആയിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ ഫ്രണ്ട് എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അപ്പൊ ആ ഒരു പ്രൊജക്ടിലാണ് ഞാൻ ഫസ്റ്റ് എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ ആ പ്രൊജക്ട് എടുത്ത സമയത്ത് തന്നെ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. അത് എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രൊജക്ട്. കോളേജിന്റെ പഠനകാലം കഴിഞ്ഞ ഉടനെ തന്നെ നേരിട്ട് നമ്മള് ഒരു വർക്കിലേക്ക് എത്തുക ചെയ്യുന്നത്, അല്ലേ? കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ 2 വർഷം വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് എൻക്വയറി വന്നത്. അപ്പൊ അങ്ങനെയാണ് പ്രൊജക്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അത് എന്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഫസ്റ്റ് തന്നെ നല്ലൊരു പ്രോജക്ട്, വലിയൊരു ടിക്കറ്റ് സൈസ് ഉള്ള പ്രോജക്റ്റ് ആണ് ആ കസ്റ്റമർ എനിക്ക് തന്നത്. ആ ഒരു കസ്റ്റമറുടെ ഇന്നും നല്ലൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അവരും ഭയങ്കര ഹാപ്പിയാണ്, സ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ്. പ്രത്യേകിച്ച് മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും ആ ഒരു പ്രൊജക്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ബ്ലൂ വേവിനെ ഞാനിപ്പോ കഴിഞ്ഞ 2.5 വർഷമായിട്ട് അറിയുകയും മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ടിജോയുടെ കസ്റ്റമേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് പേഴ്സണൽ കണക്ഷൻ ഉള്ള ഒരാളാണ്. തീർച്ചയായും. കാരണം പലപ്പോഴും ഇപ്പോൾ ഒരു സ്ട്രാറ്റജിന്റെ ഭാഗത്തുനിന്ന് പല ക്ലയൻസും നമ്മൾ കാണാനൊക്കെ ഇടവരുന്ന സമയത്ത് ടിജോയുടെ ക്ലയൻസിന് എല്ലാവർക്കും തന്നെ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ കണക്ഷൻസും സൗഹൃദങ്ങളും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്, അല്ലേ? 100% പേഴ്സണൽ കോൺടാക്റ്റുകളുണ്ട്. അത് ആ ഒരു കോൺടാക്ട് തന്നെ മറ്റ് പല ഓപ്പർച്യൂണിറ്റീസിലേക്കും എത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആ ഒരു മേക്ക് ചെയ്യുന്ന ട്രസ്റ്റ് ആയിരിക്കാം, ഈ ഒരു ജേർണിയിൽ കൊടുത്ത ട്രസ്റ്റ് ആയിരിക്കാം സ്റ്റിൽ ആ ഒരു നല്ലൊരു കോൺടാക്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി. അത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനികൾക്ക് പോലും ചില സമയങ്ങളിൽ ഈ ട്രസ്റ്റിന്റെ കാര്യത്തിൽ കസ്റ്റമേഴ്സ് സംശയം തോന്നുന്നത്. കാരണം തിരക്കുള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ വർക്ക് ചെയ്ത് തരുമോ, അല്ല ഓൺ സമയത്ത് കിട്ടുമോ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ പോലും പല കസ്റ്റമേഴ്സും ഉള്ളിൽ നിൽക്കുമ്പോൾ സമയത്താണ് അതിനൊക്കെ കണ്ണിച്ചുകൊണ്ട് ടിജോ ആ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്ന കാര്യം. ടിജോ, ശരിക്കും നമ്മൾ ഈ കൊച്ചി ഓഫീസിലേക്ക് നമുക്ക് എത്തിയിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു യാത്ര? കൊച്ചി ഓഫീസ് ഈ ഒരു ബ്രാഞ്ച് എന്നുള്ള പോയിന്റിലേക്ക് വന്നത് തന്നെ കഴിഞ്ഞൊരു 9 years ആയിട്ട് കോട്ടയത്ത് എൻ്റെ ഫസ്റ്റ് ഓഫീസ് തന്നെയായിരുന്നു എൻ്റെ ജേർണി മൊത്തം. ആ ഒരു ജേർണിയിൽ കിട്ടിയ പ്രൊജക്ട്സുകളുടെ സപ്പോർട്ടും പിന്നെ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രസ്റ്റും സപ്പോർട്ടുമാണ് നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് ഒരു എക്സ്പാൻഷനിലേക്ക് എനിക്ക് തോട്ട് പ്രോസസ് വന്നത്. ആ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ബ്രാഞ്ചിലേക്ക് പോരുകയാണ്. അപ്പം ആദ്യം തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഞാൻ ഈ ഒരു പ്രാക്ടീസ് എടുത്തത് കൊച്ചിയിൽ തന്നെയാണ്. അപ്പൊ അവിടെ തന്നെ ഒരു സ്റ്റാർട്ട് ചെയ്തേക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ്. അതും പനമ്പിളിനകർ തന്നെ ഈ ഒരു ഓഫീസ് സ്പേസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ജേർണി എന്ന് പറയുന്നത് ഇപ്പം കോട്ടയം 2 ഡിസ്ട്രിക്റ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പം എൻ്റെ ഡിഫറെന്റ് ആണെങ്കിൽ പോലും നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇവിടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടിജോന്റെ പ്രൊജക്ടുകളിലേക്കൊക്കെ എൻക്വയറി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു തവണ യാത്ര ചെയ്യണമെന്ന് ഞാൻ പറയാം. കാരണം അത് കണ്ട് മനസ്സിലാക്കാനുണ്ട്. ഈ ഡിസൈൻസിന്റെ പാറ്റേൺസിലാണ് ടിജോന്റെ ടീമിന് ഇവരൊക്കെ എങ്ങനെ റീറ്റെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഇത്രയും നല്ലൊരു ഡിസൈൻസിന്റെ കോൺസെപ്റ്റ്സിലേക്ക് കൊണ്ടുവരാനും അത് ഔട്ട് ചെയ്യുമ്പോൾ ഇത് 3D ആണോ അല്ലെങ്കിൽ ശരിയായുള്ള ഒരു റിയൽ ഫോട്ടോസ് ആണെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു ഔട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. ആക്ച്വലി പല ആൾക്കാരുടെ വർക്ക് നമ്മൾ കാണുന്നത്, പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ ആ ഔട്ടിനകത്തുള്ള ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒരു തരി പോലും വിടാതെയുള്ള ഒരു ഔട്ട് ഉണ്ടല്ലോ, വർക്ക് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അത് റീറ്റെയിൻ ചെയ്യുന്നത് ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, കൗതുകത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഈ 3D ഡിസൈൻ കഴിഞ്ഞതും ആക്ച്വൽ ഫോട്ടോസൊക്കെ നമ്മൾ കാണിക്കാറുണ്ടല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം അവിടെയാണ് നിൽക്കുന്നത്. അതിൽ എനിക്കൊരു ആൻസർ എന്ന് പറയുന്നത്, നമ്മളൊരു 3D ഒരു പ്രൊപ്പോസൽ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ കസ്റ്റമർ ഓൾറെഡി അയാളുടെ വീട് ഇങ്ങനെ വേണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ആ ഒരു ഡ്രീം ആണ് തീർച്ചയായിട്ടും ഒരു ട്രസ്റ്റ് എന്നുള്ള ഫോർമേഷനിലേക്ക് എത്തുക. ആ ലാസ്റ്റ് അത് എൻഡ് ഓഫ് ദി ഡേ ഒരു ഹൗസ് വാമിങ്ങിന്റെ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കുമ്പോഴല്ല, ആ പ്രൊജക്ട് കംപ്ലീറ്റ് ആയി അതിന്റെ ഹൗസ് വാമിങ്ങിന് ശേഷം ഈ കസ്റ്റമറുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ഫീഡ്ബാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എക്സ്ട്രാ ഫ്യൂലായിട്ട് ഫീൽ ചെയ്യുക. കാരണം അവർ ആ ഒരു ഹൗസ് വാമിങ്ങിന്റെ ടൈമിൽ ആ കസ്റ്റമർ എന്നതിലുപരി അവിടെ വരുന്ന എല്ലാ ഗസ്റ്റുകളും അവരുടെ എല്ലാ വിസിറ്റേഴ്സും ഈ പ്രൊജക്റ്റിനെ പറ്റി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പം
ഒരു കംപ്ലൈൻസ് പോലും പറയാതെ വരുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെയും മുന്നോട്ട് പോകാൻ പ്രചോദനം കിട്ടുക. പിന്നെ ഡിസൈനേഴ്സിന്റെ ഐ മീൻ നമ്മുടെ ടീമിലെ ഡിസൈനേഴ്സിനാണെങ്കിലും ഓരോ പ്രൊജക്റ്റിന് എൻക്വയറി വരുമ്പോഴും അല്ലെങ്കിൽ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ഇവരുടെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് മസ്റ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യും. ഓരോ പ്രൊജക്റ്റും നമ്മുടെ സ്വന്തം വീട് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, ഇതവിടെ ചെയ്തത് നല്ലതാണോ ഭംഗിയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായ ഒരു വിഷനോട് കൂടിയാണ് ഞാൻ എൻ്റെ ടീമിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഒരുപക്ഷെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു 20 to 25 days എടുത്താണ് നമ്മൾ പ്രൊജക്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക മിനിമം. കാരണം ആ ഒരു ഡിസൈൻ എന്ന് പറയുന്ന പർട്ടിക്കുലർ ആ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ തോട്ട് പ്രോസസ്സ് നടത്തി കസ്റ്റമൈസ് സ്റ്റിച്ചിങ് പോലെ അല്ലേ? തീർച്ചയായും അത് കസ്റ്റമൈസ് ചെയ്ത് ഇത് ചെയ്താൽ ഭംഗിയാവോ ഇല്ല എന്നുള്ള ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് റിവിഷൻ നടത്തിയിട്ടാണ് ഇവര് ചിലപ്പോൾ ഒരു 5 times എൻ്റെ അടുത്ത് തരും. പക്ഷെ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ആശ്ചര്യത്തോടെ കണ്ടിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ഈ കസ്റ്റമേഴ്സ് ഇതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം ഈ ഡിസൈൻസ് ഏറ്റവും അവർക്കുള്ളിലുണ്ട്. ഇത് നിങ്ങൾ തുടക്കത്തിലുള്ള സംസാരത്തിൽ തന്നെ അവർക്ക് എന്ത് കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ ക്ലാരിറ്റി. അതെങ്ങനെ ടീച്ചർ അത് ചെയ്തെടുക്കുന്നത് അതൊരു ശരിക്കും നിങ്ങളും ചിന്തിക്കാത്ത ഒരു കാര്യമായിരിക്കാം, അറിഞ്ഞു ചെയ്യുന്ന ഒരു കാര്യവുമല്ലായിരിക്കാം ഒരുപക്ഷെ. ഇപ്പം നമ്മുടെ ഇവിടെ ഓഫീസിൽ ബിസിനസ് ഡെവലപ്മെന്റ് ടീംസ് ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഞാൻ ഈ പ്രൊജക്റ്റിലേക്കെല്ലാം ഇൻവോൾവ് ആവുന്നുണ്ട്. എക്സിക്യൂഷനിൽ ഇൻവോൾവ് ആവുന്നതിലുപരി ഡിസൈൻസിൽ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഡിസൈൻസിലാണ്. ഇത് എന്റെ പ്രോസസ്സിലേക്ക് വരുന്നത് വരെ ഞാൻ ഇവരെ കൊണ്ട് റിവിഷൻ ചെയ്യിപ്പിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഞാൻ സെൽഫായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു പാഷനായിട്ട് ഇതിന്റെ പുറകെ അങ്ങ് പോകും. ചിലപ്പോൾ ഒരു പക്ഷേ ബാക്കി എക്സ്പെൻസീവ് ഒന്നും ചിന്തിച്ചെന്ന് വരത്തില്ല, ഇതിന്റെ പുറകെ അങ്ങ് പോകും. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരു വീടിന്റെ ഇന്റീരിയേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ഓഫീസ് മനോഹരമായി ഇന്റീരിയർ ചെയ്യണം ഒക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സ്വപ്നം മാത്രമല്ല, നമ്മളൊക്കെ ലൈഫ് സ്റ്റൈലിനൊക്കെ അപ്സ്കെയിൽ ചെയ്യാനും നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ നല്ല കുപ്പായം ഇടുന്ന പോലെ ഒരു അവസ്ഥയാണ് ആക്ച്വലി അല്ലേ? നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വീടിന്റെയോ ഒരു ബിൽഡിങ്ങിന്റെ ഒക്കെ ഒരു ഇന്റീരിയർ ചെയ്തു കൊടുക്കുന്നതിൽ മാത്രമല്ല ഓരോ മനുഷ്യന്മാർക്കും നന്നായി ജീവിക്കാൻ പ്രേരണയാവുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ബ്ലൂ വേവ് ചെയ്യുന്നത് ആക്ച്വലി. കാരണം എപ്പോഴും നല്ല ചിന്തകളിലൂടെയല്ലേ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അതിന് ബ്ലൂ വേവ് എന്ന് പറയുന്നത് ഈ തരത്തിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അസാധ്യം തന്നെയാണ്. എനിക്കുള്ള നിങ്ങളുടെ USP അത് തന്നെയായിരിക്കും കേട്ടോ. നിങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും ഈ ഒരു USP തന്നെയാണ്. എക്സാക്ട്ലി. അതെ, ഇപ്പൊ നമുക്ക് 10 വർഷമായില്ലേ? നമുക്ക് ഈ 10 വർഷമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇനി നിങ്ങളെ ഒരു വീട് പണിയും അപ്പൊ അതിന്റെ ഇന്റീരിയർ ചെയ്യണം അല്ലെങ്കിൽ ഓഫീസിനൊന്ന് ഇന്റീരിയർ ചെയ്യണം എന്നൊക്കെ കരുതി നിൽക്കുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ അത് ഓഫീസോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ സ്പേസോ ആയിക്കോട്ടെ, നമുക്ക് എന്താ ഓഫർ കൊടുക്കാൻ പറ്റുന്നത്? അങ്ങനെ എന്തെങ്കിലും ഓഫർ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് കൊടുക്കാൻ പറ്റുന്നത്? ഈ ഒരു 10th year ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം ഒരു 10 വർഷം ട്രാവൽ ചെയ്യാന്നുള്ളത് തന്നെ ഒരു ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല. തീർച്ചയായിട്ടും അത് ഞാനൊരു സിംഗിൾ വൺ മാൻ ആർമി എന്നുള്ളതിലല്ല, കൂടെയുള്ള ടീം മെമ്പേഴ്സിന്റെയും കൊളീഗ്സിന്റെയും എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ജേർണിയിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ആ മെയിൻ ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഓഫർ എന്ന് പറയാനായിട്ട് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കഴിഞ്ഞ 10 years തന്ന ആ സപ്പോർട്ടിന് ഇനി അടുത്ത ഒരു 2 months നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന ക്ലയൻസിന് ഒരു 10th year ആയതുകൊണ്ട് തന്നെ ഒരു 10% ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് ആണ് ഞാൻ എവരി 10 lakhs എബോവ് ടിക്കറ്റ് സൈസ് വരുന്ന 10 lakhന്റെ 10% 1 ലക്ഷം രൂപ എടുത്താൽ 1 ലക്ഷം രൂപ, അതായത് 10 ലക്ഷം രൂപയുടെ സാധനം നമുക്ക് 9 ലക്ഷം രൂപ ചെയ്യാൻ പറ്റും ചെയ്ത് കൊടുക്കുന്ന. ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ്. അപ്പം ഇത് എന്തെങ്കിലും ഡ്യൂറേഷൻ ഉണ്ടോ? August 31st മുമ്പായിട്ട് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുന്ന ക്ലയൻസിനാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുക. അത് റെസിഡൻഷ്യലും കൊമേഴ്ഷ്യലും ആപ്ലിക്കബിൾ ആണ്. ഇത് മിക്കവാറും ഒരു ചരിത്രം മാറ്റി എഴുതും. കാരണം അത്രയും നല്ല രീതിയിൽ നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓഫർ തന്നെയാണ്. എന്തായാലും ടിജോ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ. നമുക്ക് 20 വർഷമായിട്ട് വേണം നമുക്ക് ഈ രീതിയിലാണെങ്കിൽ 20% ഓഫർ നമുക്ക് കൊടുക്കണം. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഇനിയും ഉയരത്തിലേക്ക് ഒരുപാട് എത്താൻ കഴിയട്ടെ കേട്ടോ.